അപ്പോൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലൊക്കെ നിരവധി ഈ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഈ സംസ്ഥാനത്ത് ഇന്ന് പ്രവേശനോത്സവത്തിന് കുരുന്നുകളെ വരവേൽക്കാൻ വിദ്യാലയങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിലാണ്. കലവൂരിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, അവിടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയൊക്കെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം ഈ ഒരുപാട് മാറ്റങ്ങളുള്ള ഒരു അധ്യയന വർഷത്തിന് കൂടിയാണ് ഇത്തവണ തുടക്കമാവുന്നത്. നമുക്ക് കുറച്ച് തത്സമയ ദൃശ്യങ്ങൾ കാണാം. ശരി ശരി ആലപ്പുഴയിൽ നിന്ന് ദേവൻ MP ഉണ്ട്. ദേവൻ, വിദ്യാഭ്യാസ മന്ത്രി അടക്കം അവിടെ എത്തിയല്ലേ? ലക്ഷ്മി, ഇപ്പോൾ 1ാം ക്ലാസ്സിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെ എല്ലാം തന്നെ ഇപ്പോൾ മധുരവും ഒപ്പം തന്നെ അവർക്ക് അണിയാനുള്ള തൊപ്പിയെല്ലാം അണിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ LKG UKG അതോടൊപ്പം തന്നെ 1ാം ക്ലാസ്സിലേക്ക് എത്തിയ ആ വിദ്യാർത്ഥികളെയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ ക്ലാസ് മുറികളിൽ എത്തി സമയത്തിൽ തന്നെ മുഖ്യമന്ത്രി എത്തും. അപ്പോൾ മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം കലവൂർ ഗവൺമെന്റ് HSS സ്കൂളിൽ തുടക്കമാകും. അതിനുശേഷം ഇപ്പോൾ ഈ വേദിയിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തോടു കൂടിയാണ് പ്രവേശനോത്സവത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം വ്യത്യസ്ത തരത്തിലുള്ള വിദ്യാർത്ഥികൾ തന്നെ അവതരിപ്പിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഈ ദേശഭക്തി തീമിലും ഒപ്പം തന്നെ ലഹരിക്കെതിരെയുമുള്ള എല്ലാം തന്നെ ഗാനങ്ങളുടെ എല്ലാം തന്നെ ദൃശ്യാവിഷ്കാരത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ പ്രവേശനോത്സവത്തിന്റെ പരിപാടികൾ നടക്കുന്നത്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ കുട്ടികളുമായി ഇപ്പോൾ വേദികളിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവർക്ക് ഈ SSKയുടെ അധ്യാപകരും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരും എല്ലാം കൂടി തയ്യാറാക്കിയ തൊപ്പിയെല്ലാം അണിഞ്ഞുകൊണ്ട് 2 കുരുന്നുകളുടെ കൈപിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പ്രധാന വേദിയിലേക്ക് നടക്കുകയാണ്. മുഖ്യമന്ത്രി കൂടി കലവൂർ ഗവൺമെന്റ് HSS സ്കൂളിലേക്ക് എത്തും. അതെ 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 വിദ്യാഭ്യാസ മന്ത്രിക്കും അത് ആ ഒരു ഇന്നത്തെ ഒരു പരിപാടിയിൽ ആ ഒരു വലിയ ഊർജ്ജത്തോടു കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അദ്ദേഹം ആലപ്പുഴയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പരിപാടികളെല്ലാം നേരിട്ടെത്തി. കഴിഞ്ഞ ദിവസം ഈ പ്രധാന വേദിയിലേക്കെല്ലാം വൈകുന്നേരമെല്ലാം നേരിട്ടെത്തി എല്ലാ കാര്യങ്ങളും വ്യക്തമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികളുടെ കൈപിടിച്ചുകൊണ്ട് അവരുടെ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലേക്ക് ആ കുരുന്നുകളെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ, സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ അവരെ ആനയിക്കുകയാണ്. ആ ഒരു സന്തോഷം ആ കുട്ടികൾക്കുമുണ്ട്. ഈ മുൻ വർഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടുള്ള എല്ലാ സൗകര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും കൃത്യമായി ഒരുക്കുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒരു മേന്മ പുലർത്തിയിട്ടുണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും മറ്റെല്ലാ കാര്യങ്ങളിലും എല്ലാം തന്നെ അവരുടെ ഒരു യാതൊരുവിധ പരാതിക്കും ഇടവരുത്താത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായി ക്രമീകരിച്ചുകൊണ്ട് മുന്നൊരുക്കങ്ങളെല്ലാം യഥാസമയം നടത്തിക്കൊണ്ട് തന്നെയാണ് നടപടികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും കാലാവസ്ഥ ഒരു ഭീഷണിയെ 2 ദിവസം മുൻപേ എല്ലാം തന്നെ വലിയ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഈ സ്കൂൾ പ്രവേശനോത്സവം മാറ്റിവെക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചർച്ചയെല്ലാം തന്നെ ഒരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നുമായെല്ലാം തന്നെ ഒരു തെളിഞ്ഞ കാലാവസ്ഥ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും ആലപ്പുഴയിലെല്ലാം ലഭ്യമായത് ഈ പ്രവേശനോത്സവം ഗംഭീരമായി നടത്തുന്നതിന്